Hi all, welcome to ACCA Management Accounting Revision Classes. അപ്പോൾ നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ റിവിഷൻ സീരീസിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. കുറെ ഇക്വേഷൻസ് ഉണ്ട്, ടഫ് ആണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ കുറെ അധികം മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അതുപോലെ എല്ലാ വേരിയൻസിന്റെയും ക്വസ്റ്റ്യൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് ദ പ്ലാൻഡ് യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താ ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സ് ചെയ്യുന്നത്? അടുത്ത വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്ന കോസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സെയിൽസ് എങ്ങനെയാണ്, മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ ബഡ്ജറ്റിൽ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഈ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക പെർ യൂണിറ്റ് കോസ്റ്റ് എങ്ങനെയാണെന്നായിരിക്കും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന പെർ യൂണിറ്റിന്റെ കോസ്റ്റ്, ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമുക്ക് എത്രയായിരിക്കും കോസ്റ്റ് വരിക, ആ ഒരു പെർ യൂണിറ്റ് കോസ്റ്റിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യുന്ന പെർ യൂണിറ്റ് പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ പെർ യൂണിറ്റ് കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഷുഡ് കോസ്റ്റ്, അതായത് അടുത്ത വർഷം നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന് എത്രയായിരിക്കണം മാക്സിമം നമുക്ക് കോസ്റ്റ് വരേണ്ടത്, എത്രയായിരിക്കണം പെർ യൂണിറ്റ് കോസ്റ്റ് വരേണ്ടത്, അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു 4 ടൈപ്സ് ഓഫ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 4 ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ വരുന്നത്? ബേസിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഐഡിയൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലെ കറന്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് ബേസിക് സ്റ്റാൻഡേർഡ്. ഈ ബേസിക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേമിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ ചിലപ്പോൾ പ്രൈസ് ഒക്കെ ചേഞ്ച് ആവുന്നുണ്ടാകും, പക്ഷേ ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. ലോങ് ടേം സ്റ്റാൻഡേർഡ്സ് ദാറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഫോർ മെനി ഇയേഴ്സ്, ദേ ആർ മെയിൻലി യൂസ്ഡ് ടു കമ്പയർ ആൻഡ് സ്റ്റഡി ട്രെൻഡ്സ് ഓവർ ടൈം. അപ്പോൾ നമ്മൾ ലോങ് ടേമിലേക്ക് ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഓവർ എ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിൽ പ്രൈസിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് അത് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ആണിത്, ഈ ഒരു ബേസിക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഐഡിയൽ സ്റ്റാൻഡേർഡ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 100% എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ, ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ല. ഇതിൽ നമ്മൾ എടുക്കുന്ന അസംഷൻ എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയാണ്. നമുക്ക് മെറ്റീരിയൽ വേസ്റ്റേജ് വരുന്നില്ല, ലേബർ വേസ്റ്റേജ് വരുന്നില്ല, റിസോഴ്സിൽ വേസ്റ്റേജ് വരുന്നില്ല, അല്ലെങ്കിൽ മെഷീൻസിൽ ബ്രേക്ക് ഡൗൺ ഒന്നും വരുന്നില്ല. അങ്ങനെ എല്ലാം പെർഫെക്റ്റ് കണ്ടീഷനിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് എത്രയായിരിക്കും കോസ്റ്റ് വരാം, അതാണ് ആക്ച്വലി നമ്മൾ എന്തിൽ പറയുന്നത്, ഐഡിയൽ സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ബേസ്ഡ് ഓൺ പെർഫെക്റ്റ് കണ്ടീഷൻസ് വിത്ത് നോ വേസ്റ്റേജ്, നോ ബ്രേക്ക് ഡൗൺസ്, നോ ഐഡിൽ ടൈം ആൻഡ് നോ ലോസസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു അച്ചീവ്. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും കോസ്റ്റ് വരുന്നത്, അതാണ് ഈ ഐഡിയൽ സ്റ്റാൻഡേർഡിൽ പറയുക. ഒരു പെർഫെക്റ്റ് സിറ്റുവേഷനിൽ വരുന്നതാണ് ഇത്. ആക്ച്വലി നമുക്ക് കാൽക്കുലേഷന് യൂസ് ചെയ്യാം, പക്ഷെ ഇതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒന്നല്ല. നെക്സ്റ്റ് വരുന്നതാണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. ഐഡിയൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ പറഞ്ഞത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഇനി അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതാണ് ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് എന്തായാലും നോർമലി വരുന്ന കുറച്ച് മെറ്റീരിയൽ വേസ്റ്റേജ് ഉണ്ടായിരിക്കും, അതുപോലെ ലേബറിന്റെ കേസിൽ കുറച്ച് ടൈം, എംപ്ലോയീസിന്റെ ടീ ടൈം, അല്ലെങ്കിൽ മെഷീൻ റിപ്പയർ വരുന്ന ടൈം, അല്ലെങ്കിൽ നോർമലി വരുന്ന ചെറിയ മെഷീൻ ബ്രേക്ക് ഡൗൺ, അങ്ങനെ നോർമലി നമുക്ക് കുറച്ച് വേസ്റ്റേജ് ലോസസ് ഒക്കെ വരും. ഇതൊക്കെ കൺസിഡർ ചെയ്ത ശേഷം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഏതാണ്, അതാണ് ഇതിൽ പറയുക അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആണ് അറ്റൈനബിൾ സ്റ്റാൻഡേർഡ്. ബേസ്ഡ് ഓൺ എഫിഷ്യന്റ് ബട്ട് റിയലിസ്റ്റിക് കണ്ടീഷൻ, ദേ അലൗ നോർമൽ ലോസസ്, വർക്കർ ഫാറ്റിക് ആൻഡ് മെഷീൻ ബ്രേക്ക് ഡൗൺ. നോർമൽ ആയിട്ട് വരുന്ന വേസ്റ്റേജും ലോസസ് ഒക്കെ കൺസിഡർ ചെയ്ത് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കണ്ടീഷൻസിലുള്ള സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, അതാണിത് നമ്മുടെ അറ്റൈനബിൾ സ്റ്റാൻഡേർഡ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കറന്റ് സ്റ്റാൻഡേർഡ്. അതായത് കറന്റ്ലി ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് എത്രയാണ് പെർ യൂണിറ്റ് കോസ്റ്റ്.
Based on the present level of performance, they include current wastage and losses, but they may not motivate improvement. അതായത് കറന്റ്ലി ഇപ്പോൾ നമുക്ക് എത്രയാണ് ഒരു യൂണിറ്റിന് കോസ്റ്റ് വരുന്നത്, അതിൽ ചിലപ്പോൾ ഓവറായിട്ട് വേസ്റ്റേജ് വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഎഫിഷ്യൻസീസ് ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം എങ്ങനെയാണോ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടില്ല, കറന്റ് പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. അതാണ് എന്ത് കറന്റ് സ്റ്റാൻഡേർഡ്സ് വരുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താണെന്നും അതുപോലെ ബേസിക് ആയിട്ടുള്ള 4 ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നോക്കി. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ പ്രോബ്ലം ഏരിയയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക് പോവാണ്. അതാണ് വേരിയൻസ് അനാലിസിസ്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നില്ലേ, അത് ഈ ഒരു ടോപ്പിക്കാണ് വേരിയൻസ് അനാലിസിസ്. എന്താണ് ഈ ഒരു വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്? നമ്മൾ ബഡ്ജറ്റിൽ കുറേ കോസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് ഇങ്ങനെയായിരിക്കും, സെയിൽസ് റവന്യൂ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ലേബർ കോസ്റ്റ് ഇങ്ങനെയായിരിക്കും. ബഡ്ജറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ബഡ്ജറ്റ് നമുക്കറിയാം, നോർമലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ്. ഇനി ആ ഒരു പീരീഡ് കഴിയുമ്പോൾ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് വരാണ്. അപ്പോൾ ഈ ആക്ച്വലും ബഡ്ജറ്റും എപ്പോഴും സെയിം ആയിരിക്കുമോ? ഡിഫറൻസ് വരും, എന്തായാലും ഡിഫറൻസ് വരും. അപ്പോൾ ചെറിയ ഡിഫറൻസ് വരുന്നത് നമുക്ക് കുഴപ്പമില്ല, പക്ഷെ മേജർ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അതിലെന്തായാലും നമ്മൾ റീസൺ എന്താണെന്ന് അറിയണം. അതിന് എഗനിസ്റ്റ് നമ്മൾ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒരു വേരിയൻസ്? ആ ഒരു ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് വേരിയൻസ്. It compares standard cost with actual result to find the difference known as variance. അതായത് നമ്മുടെ ആക്ച്വൽ കോസ്റ്റും പ്ലാൻഡ് കോസ്റ്റും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വേരിയൻസ് എന്ന് പറയുന്നത്. Then it helps business us understand why actual cost or revenue differ from what was expected. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്നും എന്തുകൊണ്ടാണ് ആക്ച്വലി കോസ്റ്റിൽ ചേഞ്ച് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൽ എന്തുകൊണ്ടാണ് ചേഞ്ച് വന്നത്, ഇത് മനസ്സിലാക്കാനായിട്ട് ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന വേരിയൻസ് എന്ന് പറയുന്നത് സെയിൽസ് വേരിയൻസ്, മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, വേരിയബിൾ ഓവർഹെഡ് വേരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് എന്നിങ്ങനെ 5 വേരിയൻസുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെയിൽസ് വേരിയൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഒരു സെയിൽസ് വേരിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്യാണ്, നെക്സ്റ്റ് ഇയർ നമുക്കൊരു 1000 യൂണിറ്റ്സ് അങ്ങ് സെൽ ചെയ്തേക്കാം. 1000 യൂണിറ്റ്സ് പെർ യൂണിറ്റിന് ഒരു $10 വെച്ച് നമ്മൾ സെൽ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ് റവന്യൂ എത്രയായിരിക്കും? ഒരു $10,000 ആണ് എന്ത് ബഡ്ജറ്റ് പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. ഇനി ആക്ച്വലിലേക്ക് വരികയാണ്. ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തു, ആ ഒരു ഇയർ കഴിഞ്ഞു, നമ്മൾ ആക്ച്വൽസ് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ 1000 യൂണിറ്റ്സ് ഒന്നും സെൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. നമുക്കൊരു 800 യൂണിറ്റ്സേ സെൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 800 യൂണിറ്റ്സേ സെൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പെർ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കൂട്ടിയാണ് സെൽ ചെയ്തത്. ഒരു $12 നമ്മൾ എന്ത് ചെയ്തത്? പെർ യൂണിറ്റ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് സെയിൽ ചെയ്തത്, സെല്ലിംഗ് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തത് പെർ യൂണിറ്റ് $10 നമ്മൾ ഈ പ്രൊഡക്റ്റ് സെൽ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പ്രകാരം നമുക്ക് എത്ര സെയിൽസ് റവന്യൂ ആണ് വന്നത്? 800 × 12 നമുക്കൊരു 9600 ആയിരിക്കും എന്ത് നമ്മുടെ സെയിൽസ് റവന്യൂ ആക്ച്വലിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്തതിലും ഒരു $400 എന്ത് സംഭവിച്ചു? സെയിൽസ് റവന്യൂ കുറഞ്ഞു. നമ്മൾ പ്ലാൻ ചെയ്തതിലും സെയിൽസ് റവന്യൂ കുറഞ്ഞു. ഇനി ഈ ഒരു ഡിഫറൻസ് നമുക്ക് അഡ്വേഴ്സ് ആണോ അതെയോ ഫേവറബിൾ ആണോ? ഈ വേരിയബിൾ നമുക്ക് വേരിയൻസ് രണ്ട് രീതിയിൽ വരാം. ഫേവറബിൾ വേരിയൻസും ഉണ്ട്, അഡ്വേഴ്സ് വേരിയൻസും ഉണ്ട്. ഇവിടെ സെയിൽസ് റവന്യൂ കുറയുക ചെയ്തത്. സോ ഇത് നമുക്ക് ഫേവറബിൾ ആണോ? അല്ല, എന്തായിരിക്കും? അഡ്വേഴ്സ് വേരിയൻസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഈ ഒരു സെയിൽസിൽ ഡിഫറൻസ് വരാനായിട്ട് ഇവിടെ 2 റീസൺസ് ആണ് ആക്ച്വലി വന്നത്. ഫസ്റ്റ് എന്താണ്? ക്വാണ്ടിറ്റി മാറി.
നമ്മൾ ബഡ്ജറ്റിൽ 1000 ആയിരുന്നു ഫിക്സ് ചെയ്തത്, പക്ഷെ ആക്ച്വലി നമുക്ക് എത്രയും സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, 800 സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് വന്നപ്പോൾ നമ്മുടെ സെയിൽസ് വോളിയത്തിൽ ചേഞ്ച് വന്നപ്പോഴാണ് സെയിൽസ് റവന്യൂ വേരിയൻസ് വന്നത്. സോ ഫസ്റ്റ് വേരിയൻസ്, സെയിൽസ് വേരിയൻസിൽ തന്നെ നമുക്ക് 2 വേരിയൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റീസൺ സെയിൽസ് വോളിയത്തിൽ ഡിഫറൻസ് വന്നതുകൊണ്ടാണ്. സോ ഫസ്റ്റ് വേരിയൻസ് വരുന്നത് സെയിൽസ് വോളിയം വേരിയൻസ് ആണ്. ഇനി സെക്കൻഡ്, ഈ സെയിൽസ് റവന്യൂ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്താ? പ്രൈസ് കൂടി, പ്രൈസിൽ ചേഞ്ച് വന്നു, അപ്പോഴും നമ്മുടെ ആ ഒരു റവന്യൂവിൽ മാറ്റം വരത്തില്ലേ? സോ സെയിൽസ് പ്രൈസിലും ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ സെയിൽസ് റവന്യൂ വേരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത സെയിൽസും ആക്ച്വലും വന്നിട്ടുള്ള ആ ഒരു ഡിഫറൻസ് ആണ്. ഇനി ആ ഒരു ഡിഫറൻസ് വരാൻ 2 റീസണേ ഉള്ളൂ. ഒന്ന് ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ച്, അതാണ് സെയിൽസ് വോളിയം വേരിയൻസിൽ നമ്മൾ നോക്കുക. ദെൻ സെക്കൻഡ്, പ്രൈസിൽ വന്ന ചേഞ്ച്, അതാണ് സെയിൽസ് പ്രൈസ് വേരിയൻസിൽ നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് സെയിൽസ് വോളിയം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഈ സെയിൽസ് വോളിയം വേരിയൻസിൽ നമ്മൾ നോക്കുക? ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ സെയിൽസ് ക്വാണ്ടിറ്റി. ഈ നമ്മൾ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത ക്വാണ്ടിറ്റിയും ആക്ച്വലും വന്ന ചേഞ്ച് കാരണം നമ്മുടെ പ്രോഫിറ്റിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടായത്, അതാണ് എന്തിൽ നോക്കുക? ഈ ഒരു സെയിൽസ് വോളിയം വേരിയൻസിൽ നോക്കാം. അപ്പൊ വോളിയം എന്ന് പറയുമ്പോൾ തന്നെ സെയിൽസ് വോളിയം വേരിയൻസിന്റെ ഇക്വേഷൻ എന്താ വരിക? സെയിൽസ് വോളിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് വോളിയം. ക്വാണ്ടിറ്റിയിൽ വന്ന ഡിഫറൻസ് കാരണം വന്നൊരു വേരിയൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഡിഫറൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്ച്വൽ വന്ന ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി. ഇതാണ് ആക്ച്വലി വോളിയത്തിൽ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിൽ വന്ന ചേഞ്ച്. ഇനി ആ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് പ്രോഫിറ്റിൽ വന്ന ഇമ്പാക്റ്റ് നമുക്ക് അറിയേണ്ടത്. സോ നമ്മൾ അത് എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക? ആ ക്വാണ്ടിറ്റി ചേഞ്ച് ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ ചെയ്യുക. സോ സെയിൽസ് വോളിയം വേരിയൻസിന്റെ ഇക്വേഷൻ എന്താ നമുക്ക് വരുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി. വോളിയം വേരിയൻസ് ആണ്. സോ ക്വാണ്ടിറ്റിയിൽ വന്ന ഡിഫറൻസ്, ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ. ഇനി എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് മാർജിൻ എന്ന് പറയുന്നത്? ഈ സ്റ്റാൻഡേർഡ് മാർജിൻ നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്നിങ്ങനെ 2 കോൺസെപ്റ്റ്, 2 കോസ്റ്റിംഗ് മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഡിസിഷൻസ് എടുക്കാനായിട്ട് സ്റ്റാൻഡേർഡ് മാർജിൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആയിരിക്കും. ഇനി മാർജിനൽ കോസ്റ്റിംഗ് ആണെങ്കിലോ അവിടെ സ്റ്റാൻഡേർഡ് മാർജിൻ എന്താണ്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. അപ്പൊ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് വരുമ്പോഴും മാർജിനൽ കോസ്റ്റിംഗ് വരുമ്പോഴും നമ്മുടെ ഇക്വേഷൻ മാറും. ഇവിടെ സ്റ്റാൻഡേർഡ് മാർജിൻ എന്ന് ഉദ്ദേശിക്കുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ എന്താണ്? പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. ഇനി മാർജിനൽ കോസ്റ്റിംഗിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് മാർജിൻ എന്തായിട്ട് വരും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് നമ്മുടെ സെയിൽസ് വോളിയം വേരിയൻസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, നെക്സ്റ്റ് ഡിഫറൻസ് വരാനുള്ള കേസ് പ്രൈസ് ആണ്. ഇനി സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ സെല്ലിംഗ് പ്രൈസ്. പ്രൈസിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ട് നമ്മുടെ സെയിൽസ് റവന്യൂവിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ വരുന്ന ചേഞ്ച് ആണ് സെയിൽസ് പ്രൈസ് വേരിയൻസ്. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് മൂലമാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വൽ പ്രൈസ് മൈനസ് ബഡ്ജറ്റഡ് പ്രൈസ് ആണ് പ്രൈസിൽ വരുന്ന ചേഞ്ച് പെർ യൂണിറ്റിന്റെ. അങ്ങനെ ടോട്ടൽ യൂണിറ്റ്സിന്റെ അറിയാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ചെയ്താൽ മതി. സോ സെയിൽസ് പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ആക്ച്വൽ പ്രൈസ് മൈനസ് ബഡ്ജറ്റഡ് പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണെന്ന് സെയിൽസ് പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ നമുക്ക് വരുന്നത്. സോ സെയിൽസ് വോളിയം വേരിയൻസും സെയിൽസ് പ്രൈസ് വേരിയൻസും നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒന്നല്ലെങ്കിൽ ഫേവറബിൾ ആയിരിക്കും അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിരിക്കും. ഈ ഒരു സെയിൽസ് വേരിയൻസിന്റെ കേസിൽ വരുമ്പോൾ നിങ്ങളുടെ ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഫേവറബിൾ വേരിയൻസും, ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ അത് അഡ്വേഴ്സ് വേരിയൻസും ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് സെയിൽസ് വോളിയം വേരിയൻസിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തതിലും കൂടുതലാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് സെല് ചെയ്യാൻ പറ്റിയതെങ്കിൽ അവിടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സെല് ചെയ്യുന്നത് എന്താണ്? കൂടുതൽ പ്രോഫിറ്റ് കിട്ടത്തില്ലേ? സോ ഫേവറബിൾ ആണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ അഡ്വേഴ്സ് ആയിരിക്കും. ഇനി പ്രൈസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ $10 ഫിക്സ് ചെയ്തു, പക്ഷെ ആക്ച്വൽ വന്നപ്പോൾ നമുക്ക് ആക്ച്വൽ പ്രൈസ് ഒരു $12 ആയി. കൂടുതൽ റേറ്റിന് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ
കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഫേവറബിൾ ആയിരിക്കും. നേരെ മറിച്ച് നെഗറ്റീവ് ആണ് ആൻസർ എങ്കിൽ, അതായത് ബഡ്ജറ്റ് പ്രൈസ് ആണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും, അവിടെ അഡ്വേഴ്സ് വേരിയൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻസ് നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമുക്കത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റണം അല്ലേ. അപ്പോൾ നമുക്കതിന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. Redate Limited has budgeted sales of 400 units at $2.50 each. അപ്പോൾ ബഡ്ജറ്റ് പ്രകാരം ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ള സെയിൽസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് പ്രകാരമുള്ള ബഡ്ജറ്റ് ക്വാണ്ടിറ്റി എത്രയാണ് വരുന്നത്, 400 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി എത്ര റേറ്റിന് സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, at $2.5 ആണ്. അതായത് ബഡ്ജറ്റ് പ്രൈസ് നമുക്ക് വരുന്നത്, ബഡ്ജറ്റ് പ്രകാരമുള്ള പ്രൈസ് വരുന്നത് $2.5 ആണ്. ഇനി the variable cost are expected to be $1.8 per unit. ഇനി വേരിയബിൾ കോസ്റ്റ് വരുന്നത് എത്രയാണ്, ഒരു 1.8 ആണ് പെർ യൂണിറ്റ്. അതുപോലെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ നമുക്ക് വരുന്നത് എത്രയാണ്, ഒരു $0.2 പെർ യൂണിറ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. ഇനി ആക്ച്വൽ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വൽ സെയിൽസ് വേർ 500 യൂണിറ്റ്സ്. അപ്പൊ ആക്ച്വൽ ക്വാണ്ടിറ്റി സെല് ചെയ്യുന്നത് എത്രയാണ്, 500 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത് എത്രയാണ്, ആക്ച്വൽ പ്രൈസ് നമുക്ക് വരുന്നത് $2 each ആണ്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് വേർ 1.5 ആൻഡ് ഫിക്സഡ് കോസ്റ്റ് വേർ എക്സ്പെക്റ്റഡ്. അപ്പൊ ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള വേരിയബിൾ കോസ്റ്റും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ സെയിൽസ് പ്രൈസ് ആൻഡ് സെയിൽസ് വോളിയം വേരിയൻസ് യൂസിങ് മാർജിനൽ ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങും അതുപോലെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സെയിൽസ് പ്രൈസ് വേരിയൻസും സെയിൽസ് വോളിയം വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേരിയൻസിന്റെ കാൽക്കുലേഷൻസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ സെയിൽസ് പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രൈസിലുള്ള ഡിഫറൻസ് ആണ്. ആക്ച്വൽ പ്രൈസ് മൈനസ് ബഡ്ജറ്റഡ് പ്രൈസ് ഇൻറ്റു എന്താണ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. സോ ഇവിടെ ആക്ച്വൽ പ്രൈസ് നമുക്ക് എത്രയാണ് വരുന്നത്, ആക്ച്വൽ പ്രൈസ് നമുക്ക് വരുന്നത് എത്രയാണ്, $2 ആണ്. ഇനി ബഡ്ജറ്റ് പ്രകാരമുള്ള പ്രൈസ് എത്രയാണ്, ബഡ്ജറ്റ് പ്രകാരം പെർ യൂണിറ്റ് പ്രൈസ് വരുന്നത് $2.50 ആണ്. ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് എത്രയാണ് വരുന്നത്, ആക്ച്വൽ സെയിൽസ് വരുന്നത് 500 യൂണിറ്റ്സ് ആണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി വരുന്നത് എത്രയാണ്, 500 യൂണിറ്റ്സ് ആണ്. സോ 2 - 2.5 നമുക്ക് -0.5 വരും. ഇൻറ്റു 500 എത്രയായിരിക്കും, -250 ആയിരിക്കും നമുക്ക് എന്ത് വരാം, ആൻസർ വരാം. ഇനി -250 വന്നു കഴിഞ്ഞാൽ വേരിയൻസ് ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ? സെയിൽസ് വേരിയൻസിന്റെ കേസിൽ നിങ്ങൾക്ക് ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ വേരിയൻസ് ഫേവറബിൾ ആയിരിക്കും, ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ വേരിയൻസ് എന്തായിരിക്കും, അഡ്വേഴ്സ് ആയിരിക്കും. അതായത് ഇവിടെ 250 അഡ്വേഴ്സ് വേരിയൻസ് ആണ് വരുന്നത്. അതായത് നിങ്ങൾ പ്രൈസ് നോക്കിക്കേ, ബഡ്ജറ്റിൽ നമുക്ക് പ്രൈസ് 2.5 ആയിരുന്നു, പക്ഷെ ആക്ച്വലി വന്നപ്പോൾ കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ഫേവറബിൾ ആവില്ലല്ലോ, നമുക്കതൊരു അഡ്വേഴ്സ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ സെയിൽസ് പ്രൈസ് വേരിയൻസ് എന്തായി, അഡ്വേഴ്സ് വേരിയൻസ് ആയി. സോ സെയിൽസ് പ്രൈസ് വേരിയൻസ് ക്ലിയർ അല്ലേ, സെയിൽസ് പ്രൈസ് വേരിയൻസ് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം, നമ്മുടെ സെയിൽസ് വോളിയം വേരിയൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് വോളിയം വേരിയൻസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സെയിൽസ് വോളിയം വേരിയൻസിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്, സെയിൽസ് വോളിയം വേരിയൻസ് നമുക്കറിയാം വോളിയം ക്വാണ്ടിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ ആണ്. സ്റ്റാൻഡേർഡ് മാർജിൻ എവിടെ മാറും, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലും മാർജിനൽ കോസ്റ്റിങ്ങിലും മാറും. അപ്പോൾ ഇവിടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് മാർജിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. പ്രോഫിറ്റ്
പെർ യൂണിറ്റ് ആണ് എന്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് മാർജിൻ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് നമുക്ക് എത്രയാ വരുന്നത്? നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക? സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കുക. അപ്പൊ ബഡ്ജറ്റിൽ പ്രകാരം നമുക്ക് സെയിൽസ് വരുന്നത് എത്രയാണ്? ബഡ്ജറ്റ് പ്രകാരം നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 2.5 ആണ്, മൈനസ് ബഡ്ജറ്റ് പ്രകാരം നമുക്ക് വേരിയബിൾ കോസ്റ്റ് 1.8 ആണ്. 1.8 വേരിയബിൾ കോസ്റ്റും അതുപോലെ 0.20 എന്തും വരുന്നുണ്ട്, 0.20 നമുക്ക് എന്തും വരുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും വരുന്നുണ്ട്. സോ ബാലൻസ് നമുക്ക് എത്രയായിരിക്കും? നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? പ്രോഫിറ്റ് നമുക്ക് വരുന്നത് 0.5 പെർ യൂണിറ്റ് ആണ് നമുക്ക് എന്ത് വരുന്നത്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് വരുന്നത്. ഇനി മാർജിനൽ കോസ്റ്റിംഗിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ കോസ്റ്റിംഗിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് മാർജിൻ എന്താണ്? നമ്മുടെ കോൺട്രിബ്യൂഷൻ ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് ഇവിടെ കോൺട്രിബ്യൂഷൻ വരുന്നത്? കോൺട്രിബ്യൂഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് വരുന്നത് എത്രയാണ്? സെയിൽസ് വരുന്നത് 2.5 ആണ്, മൈനസ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വരുന്നത്? വേരിയബിൾ കോസ്റ്റ് വരുന്നത് ബഡ്ജറ്റിലാണ് എടുക്കേണ്ടത് 1.8 ആണെന്ത് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത്. സോ 2.5 മൈനസ് 1.8 എത്രയാണ്? 0.7 ആണ് നമുക്ക് എന്ത് വരുന്നത്? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മാർജിൻ കിട്ടി അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലെയും മാർജിനൽ കോസ്റ്റിംഗിലെയും. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യുക? നമ്മുടെ സെയിൽസ് വോളിയം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സെയിൽസ് വോളിയം വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സെയിൽസ് വോളിയം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലെ ചെയ്യാം. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് വരുന്നത്? ആക്ച്വൽ സെയിൽസ് 500 യൂണിറ്റ്സ് ആണ്, മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി 400 യൂണിറ്റ്സ് ആണ്, ഇൻടു സ്റ്റാൻഡേർഡ് മാർജിൻ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് മാർജിൻ എത്രയാണ് നമുക്ക് വരുന്നത്? 0.5 ആണെന്ന് നമ്മുടെ സ്റ്റാൻഡേർഡ് മാർജിൻ വരുന്നത്. അപ്പോൾ ഇവിടെ 100 ഇൻറ്റു 0.5 എത്രയായിരിക്കും? നമുക്ക് 50 ആണെന്ന് സെയിൽസ് വോളിയം വേരിയൻസ് എന്തിൽ വരാം? അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ വരാം. ഇനി ഇത് ഫേവറബിൾ ആണോ അതെയോ അഡ്വേഴ്സ് ആണോ? നോക്കിക്കേ, ബഡ്ജറ്റിൽ നമ്മളൊരു 400 യൂണിറ്റ് സെയിൽ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്, പക്ഷെ ആക്ച്വലി വന്നപ്പോൾ കൂടുതൽ യൂണിറ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റി. സോ എന്താണ്? ഫേവറബിൾ ആണ്, ആൻസർ പോസിറ്റീവ് ആണ്. നമുക്ക് എന്തായിരിക്കും? 50 ഫേവറബിൾ വേരിയൻസ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ സെയിൽസ് വോളിയം വേരിയൻസ് നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ വരുന്നത് എത്രയാണ്? നമുക്ക് 50 ഫേവറബിൾ വേരിയൻസ് ആണ്. ഇനി നെക്സ്റ്റ് സെയിൽസ് വോളിയം വേരിയൻസ് മാർജിനൽ കോസ്റ്റിംഗിന്റെ കേസിൽ നോക്കാം. മാർജിനൽ കോസ്റ്റിംഗിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി സെയിം തന്നെ 500 മൈനസ് 400 ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ മാറും. സ്റ്റാൻഡേർഡ് മാർജിൻ എത്രയായി? സ്റ്റാൻഡേർഡ് മാർജിൻ എന്ന് പറയുന്നത് എന്തായി? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയി, അതായത് എത്രയായി? 0.7 ആയി. സോ 100 ഇൻറ്റു 0.7 എത്രയായിരിക്കും? 70 ആയിരിക്കും നമുക്ക് അവിടെ സെയിൽസ് വോളിയം വേരിയൻസ് വരുന്നത്. വേരിയൻസ് ആൻസർ പോസിറ്റീവ് ആണ്. സോ എന്തായിരിക്കും? ഫേവറബിൾ വേരിയൻസ് ആണ് വരുന്നത്. സോ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? നമ്മുടെ സെയിൽസ് പ്രൈസ് വേരിയൻസും സെയിൽസ് വോളിയം വേരിയൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സെയിൽസ് വോളിയം വേരിയൻസ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലും മാർജിനൽ കോസ്റ്റിംഗിലും എന്തായിരിക്കും? നമുക്ക് ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്, ആക്ച്വൽ സെയിൽസ് തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ ബഡ്ജറ്റഡ് സെയിൽസ്, ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി, ബഡ്ജറ്റഡ് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും പ്രോഫിറ്റ് പെർ യൂണിറ്റും ഡയറക്ട്ലി തന്നിട്ടുണ്ട്. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? സെയിൽസ് വോളിയം വേരിയൻസും സെയിൽസ് പ്രൈസ് വേരിയൻസും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സെയിൽസ് പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് പ്രൈസ് വേരിയൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വേഷൻ എന്തായിരുന്നു? പ്രൈസിലെ ഡിഫറൻസ് ആണ്. സോ ആക്ച്വൽ പ്രൈസ് മൈനസ് ബഡ്ജറ്റഡ് പ്രൈസ് ഇൻടു ആക്ച്വൽ ക്വാണ്ടിറ്റി
ചെയ്യുക. ഇവിടെ ആക്ച്വൽ പ്രൈസ് എത്രയാണ് വരുന്നത്? ആക്ച്വൽ പ്രകാരം നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 650 ആണ്. 650 മൈനസ് ബഡ്ജറ്റ് പ്രകാരം വരുന്ന പ്രൈസ് ആണ്. സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 700 ആണ് വരുന്നത്. 700 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ് നമുക്ക് വരുന്നത്? ആക്ച്വൽ സെയിൽസ് വരുന്നത് എത്രയാണ്? 1000 യൂണിറ്റ്സ് ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി വരുന്നത്. So 650 minus 700 minus 50 into 1000 എത്രയായിരിക്കും? മൈനസ് 50,000 ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? നമ്മുടെ സെയിൽസ് പ്രൈസ് വേരിയൻസ് വരുന്നത് എത്രയായിരിക്കും? മൈനസ് 50,000 ആണ്. ഇനി മൈനസ് വന്നാൽ മീനിങ് എന്താ? സെയിൽസ് വേരിയൻസിന്റെ കേസിൽ വേരിയൻസ് എന്തായിരിക്കും? അഡ്വേഴ്സ് വേരിയൻസ് ആയിരിക്കും. സോ 50,000 എന്താണ് ഇവിടെ വരുന്നത്? അഡ്വേഴ്സ് വേരിയൻസ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ പ്രൈസ് നോക്കിക്കേ, നമ്മൾ ബഡ്ജറ്റ് പ്രകാരം ഒരു യൂണിറ്റ് 700 സെല് ചെയ്യാൻ പ്ലാൻ ചെയ്ത്, പക്ഷെ ആക്ച്വലി നമുക്ക് എത്രയാ? കുറഞ്ഞ റേറ്റിന് നമ്മൾ സെല് ചെയ്ത് 650ക്കാണ് നമ്മൾ സെല് ചെയ്തത്. സോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞ പ്രൈസിന് വിൽക്കുമ്പോൾ നമുക്ക് അവിടെ നഷ്ടമല്ലേ? അപ്പൊ നമുക്ക് എന്താണ്? ഇതൊരു അഡ്വേഴ്സ് പ്രൈസ് വേരിയൻസ് ആണ് ഇവിടെ വരുന്നത്. Then നെക്സ്റ്റ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ സെയിൽസ് വോളിയം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് വോളിയം വേരിയൻസ് ഇക്വേഷൻ എന്താ വരുന്നത്? ഫസ്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലെയാണ് സെയിൽസ് വോളിയം വേരിയൻസ് എങ്കിൽ ഇക്വേഷൻ എന്താണ്? വോളിയം എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിയിൽ വരുന്ന ഡിഫറൻസ് ആണ് ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ ആണ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിലെ സ്റ്റാൻഡേർഡ് മാർജിൻ എന്താണ്? പ്രോഫിറ്റ് പെർ യൂണിറ്റ് ആണ്. സോ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ വരുന്നത് എത്രയാണ്? 1000 ആണ്. മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് വരുന്നത് എത്രയാണ്? 900 യൂണിറ്റ്സ് ആണ്. ദെൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ പ്രോഫിറ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 205 ആണ് വരുന്നത്. സോ നമുക്ക് എത്രയായിരിക്കും വരുന്നത്? 20,500 ആയിരിക്കും ആൻസർ വരുന്നത്. പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ വേരിയൻസ് എന്താണ്? ഫേവറബിൾ ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ 900 യൂണിറ്റ്സ് സെല് ചെയ്യാന്ന ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്ത് ആക്ച്വലി വന്നപ്പോൾ 100 യൂണിറ്റ്സ് കൂടുതൽ സെല് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. സോ വേരിയൻസ് എന്തായി? ഫേവറബിൾ വേരിയൻസ് ആയി. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് മാർജിനൽ കോസ്റ്റിംഗിലെ നോക്കാം. മാർജിനൽ കോസ്റ്റിംഗിൽ നോക്കുമ്പോഴും ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് മാർജിൻ തന്നെയാണ്. ആക്ച്വൽ ക്വാണ്ടിറ്റി 1000 തന്നെയാണ്, ബഡ്ജറ്റഡ് ക്വാണ്ടിറ്റി 900 തന്നെയാണ്. മാറുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് മാർജിൻ പ്രോഫിറ്റ് മാറി എന്തായി? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആയി എത്രയായി? 245 ആയി. 245 ആയി. സോ 245 ഇൻറ്റു 100 എത്ര വന്നു? നമുക്ക് 24,500 ആണ് ആൻസർ വന്നത്. ആൻസർ എന്താണ്? ഫേവറബിൾ ആണ്. കാരണം ആൻസർ പോസിറ്റീവ് ആണ്. നമ്മൾ 900 ക്വാണ്ടിറ്റി സെല് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു, 1000 സെല് ചെയ്യാൻ പറ്റി. കൂടുതൽ സെല് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. സോ നമ്മുടെ സെയിൽസ് പ്രൈസ് വേരിയൻസും സെയിൽസ് വോളിയം വേരിയൻസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലെ ഫസ്റ്റ് വേരിയൻസ് ആയിട്ടുള്ള സെയിൽസ് വേരിയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമുക്ക് സെയിൽസ് പ്രൈസ് വേരിയൻസും സെയിൽസ് വോളിയം വേരിയൻസും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഞാൻ എന്തായാലും 2 ക്വസ്റ്റ്യൻസ് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ആൻസർ ഒന്ന് സെലക്ട് ചെയ്തേക്കുക. അതുപോലെ കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വേരിയൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.